അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 23-ാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുൽ, താങ്കൾ പറയുക, ഹുവല്ലദീ അൻശഅക്കും, അവനെത്രേ നിങ്ങളെ സൃഷ്ടിച്ചവൻ, വജഅലലക്കും, നിങ്ങൾക്ക് ആക്കിയവനും, അസ്സംഅ, കേൾവി, വൽ അബ്സ്വാറ, കാഴ്ചകളും, വൽ അഫ്ഇദ, ഹൃദയങ്ങളും, ഖലീലമ്മ, വളരെ കുറച്ചു മാത്രമാണ്, തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നത്. സൃഷ്ടിപ്പിനെക്കുറിച്ചും കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകിയതിനെക്കുറിച്ചും പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത്, മഹത്തായ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യൻ നന്നേ കുറച്ചാണ് നന്ദി കാണിക്കുന്നത് എന്നാണ്. ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഏറ്റവും നന്നായി നന്ദി കാണിക്കണം. പക്ഷേ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. വളരെ കുറച്ചാണ് നന്ദി കാണിക്കുന്നത് എന്ന പ്രയോഗം ചെറിയ അളവിൽ നന്ദി കാണിക്കുന്നു എന്നുമാകാം, അല്ലെങ്കിൽ ഒട്ടും നന്ദി കാണിക്കുന്നില്ല എന്ന കടുത്ത ആക്ഷേപവുമാകാം. തുച്ഛമായ അളവിനെ കുറിക്കാനല്ല, തീരെയില്ല എന്ന് കുറിക്കാനാണ് ഖലീലമ്മ തഷ്കുറൂൻ എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു നൽകിയ ഇന്ദ്രിയങ്ങൾ കേവലം ഭൗതിക സുഖങ്ങൾക്കുള്ള ഉപാധികളല്ല, സ്രഷ്ടാവിനെ അറിയാനും അനുസരിക്കാനും അംഗീകരിക്കാനും അവൻ്റെ പാതയിൽ മുന്നോട്ടു പോകാനും ഉപയോഗിക്കേണ്ട ഉപാധികളാണ്. അതാണ് ശുക്ർ. ശുക്ർ എന്നാൽ നാവ് കൊണ്ട് പറയുന്ന കേവലം നന്ദി വാക്കല്ല, മറിച്ച് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ്. ഗർഭപാത്രത്തിൻ്റെ ഇരുട്ടിൽ വെച്ച് തന്നെ രൂപവും ജീവനും കേൾവിയും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കണം. പണം വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരാൾ നൽകിയാൽ ആ നൽകിയ വ്യക്തിയോട് എന്തുമാത്രം നന്ദിയായിരിക്കും ലഭിച്ച ആൾക്ക് ഉണ്ടാവുക. എന്നാൽ അള്ളാഹു നൽകുന്നത് ഒരിക്കലും വിലമതിക്കാനാവാത്ത വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തോട് തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരാൾ പരാതിപ്പെട്ടു. തനിക്ക് കാശില്ല, സമ്പത്തില്ല എന്ന പരാതിക്ക് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്: നിനക്ക് അള്ളാഹു നൽകിയ നിൻ്റെ 2 കണ്ണുകൾ 100,000 ദീനാർ തന്നാൽ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിനക്ക് അള്ളാഹു നൽകിയ കേൾവി 100,000 ദീനാറിന് പകരം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ദീനാറുകൾ വിലമതിക്കുന്നത് അള്ളാഹു നൽകിയിട്ടുണ്ട്, എന്നിട്ടും നീ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുകയാണോ എന്നാണ്. നന്ദി കാണിക്കലാണ് എല്ലാവരുടെയും ദൗത്യം. ഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിലാണ് ഉൾപ്പെടേണ്ടത്. ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലക്കനൂദ്, നിശ്ചയം മനുഷ്യൻ അള്ളാഹുവോട് തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതിലുൾപ്പെടാതെ നന്ദിയുള്ളവരായി മാറുക എന്നതാണ് ജീവിത ദൗത്യം, ജീവിത ലക്ഷ്യം. അള്ളാഹു ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.